സാർ, സാറ് സഭകളെ പറ്റി, ആദിമ സഭകളെ പറ്റി വിശദീകരിച്ചല്ലോ. ഇതിൽ ഒന്ന് രണ്ട് സഭകളെ പറ്റി എനിക്കുള്ള ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. തുഴിയൂർ സഭ, അങ്ങനെ ഒരു സഭയെ പറ്റി ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. അതെവിടെയാണ് അതിന്റെ പ്രസ്ഥാനം? ഒന്ന് വിശദീകരിക്കാമോ? 1700-കളിലെ ഒരു മെത്രാനെ വാഴിക്കുകയുണ്ടായി. ആ മെത്രാനെ ബാധിച്ചതിനെ പറ്റിയുള്ള തർക്കമാണ് ആത്യന്തികമായി ആദിമസഭയിൽ നിന്നും കുറച്ചു ആൾക്കാർ വിട്ടുപോകാൻ സാധ്യത ഉണ്ടായത്, അതിലേക്ക് വഴിതെളിച്ചത്. ആ സഭ ഒരു സ്വതന്ത്ര സഭയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് തൃശ്ശൂർ ജില്ലയിലെ ആഞ്ഞൂർ എന്ന പ്രദേശത്താണ്. ആഞ്ഞൂർ സഭ എന്നും അതിനെപ്പറ്റി പറയാറുണ്ട്. അതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 30,000-ഓളം ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 10 വൈദികരും ഏതാനും പള്ളികളും മാത്രമേ ഉള്ള ചെറിയ സഭയാണ്. എന്നിരുന്നാൽ തന്നെയും അവർ സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് വളരെ ശാന്തമായി അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ആ പള്ളി കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അവർ പോപ്പിനെയാണോ അവരുടെ ഹെഡായിട്ട്? താങ്കൾക്ക് അറിയാമോ? പോപ്പിനെ അല്ല. പോപ്പിനെ ഗുരുവായിട്ട് അല്ലെങ്കിൽ സുപ്രീം ഹെഡായിട്ട് അംഗീകരിക്കുന്നത് എപ്പോഴും കത്തോലിക്ക വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കും. ഇത് ഇന്നും ഒരു സ്വതന്ത്ര സഭയായി തന്നെ നിലനിൽക്കുകയാണ്. എന്നാൽ എന്താണ് സാറേ പടിയോല എന്ന് സാറ് ഉദ്ദേശിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ പടിയോല എന്ന് പറയുന്നത് അതിന് യാതൊരു പ്രാധാന്യവുമില്ല. നമ്മുടെ പനയോലയുണ്ട്. ഈ ഹ്യൂസ്റ്റണിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകുമോ എന്തോ എന്ന് അറിയത്തില്ല. നമ്മുടെ തെങ്ങോല പോലെ അതിനെ പനയോല. ഈ പനയോല ഈർന്നു മുറിച്ച് അത് പ്രോസസ്സ് ചെയ്യും. വെള്ളത്തിലിടുകയോ അങ്ങനെ എന്തൊക്കെയോ പ്രോസസ്സ് ചെയ്തിട്ട് അതിൽ തീരുമാനങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ് പടിയോല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്രൈസ്തവ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് പടിയോലകൾ ഉള്ളത്. കേരളത്തില് പ്രധാനമായിട്ടുമുള്ളത് ആർത്താറ്റ് പടിയോല, രണ്ടാമത് കണ്ടനാട് പടിയോല, അങ്കമാലി പടിയോല, മാവേലിക്കര പടിയോല, ഇങ്ങനെ പല പടിയോലകളും ഉണ്ട്. ആർത്താറ്റ് പടിയോല എന്ന് പറയുന്നത് അവിടുത്തെ പള്ളി തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിൽ അതിൻ്റെ ഇന്നത്തെ ഓർത്തഡോക്സ് സഭയുടെ മേലധികാരികൾ വന്നു. അവരും അവിടുത്തെ സഭാജനങ്ങളും ചേർന്ന് എടുത്ത തീരുമാനമാണ്, ഞങ്ങളുടെ പഴയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു, ഞങ്ങൾ ആരുടെയും പ്രലോഭനത്തിന് വശമതരാകുകയില്ല, റോമാ വിശ്വാസത്തിലേക്ക് ഞങ്ങൾ പോവുകയില്ല എന്ന വളരെ വ്യക്തമായൊരു തീരുമാനമെടുത്തു. അതെ അവർ രേഖപ്പെടുത്തി. അവർ രേഖപ്പെടുത്തിയത് നമ്മുടെ ഈ ഓലയിലായിരുന്നില്ല, ഒരു ചെമ്പ് പ്ലേറ്റിലായിരുന്നു. അതാണ് ആർത്താറ്റ് പടിയോല എന്നറിയപ്പെടുന്നത്. ഈ ആർത്താറ്റ് പടിയോലയെ പറ്റി ആൾക്കാർ കേട്ടിട്ടുള്ളതല്ലാതെ കണ്ടിരുന്നില്ല. ഇത് അവസാനം കൊച്ചി രാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്റെ കൊട്ടാരത്തിന്റെ നിലവറകളിൽ നിന്നാണ് ആർത്താറ്റ് പടിയോല ലഭിച്ചത്. അതിനെപ്പറ്റി ആർത്താറ്റ് പടിയോലകളെ പറ്റി കേരളത്തിൽ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇതിനെപ്പറ്റിയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടനാട് പടിയോലയും അങ്കമാലി പടിയോലയും തന്നെ തികച്ച് സഭകളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ, സഭാജനങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഈ പടിയോലയിൽ ബന്ധപ്പെട്ടവർ ഒപ്പിടുകയും അതിന് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ സ്ഥലത്തെ പ്രമുഖർ ഒപ്പുവെച്ച് സാക്ഷി രേഖപ്പെടുത്തുകയും ചെയ്യും. ഞാൻ മാവേലിക്കര പടിയോലയെ പറ്റി പറഞ്ഞത് കൊണ്ട് ഞാനിവിടെ ഒന്നുകൂടെ ഞാൻ പറയാം. 1836 ചേപ്പാട് മാർ ദിവന്യാസിയോസ് തിരുമേനിയാണ് മാവേലിക്കരയിലെ സുനകദോസ് വിളിച്ചു കൂട്ടിയത്. ആ സുനകദോസിൽ എടുത്ത തീരുമാനം മിഷണറിമാരുമായിട്ടുള്ള ബന്ധം പരിപൂർണമായിട്ട് ഉപേക്ഷിക്കാനായിരുന്നു. ഇതവർ പടിയോലയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി ചെപ്പേടുകൾ എന്ന് പറഞ്ഞ ചില റെക്കോർഡ്സ് ഉണ്ട്. അത് വളരെ പഴക്കമുള്ള കാര്യങ്ങളാണ്. അതും ഇതുപോലെ തന്നെ സഭാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സഭയ്ക്ക് രാജാവ് കൊടുക്കുന്ന ചില അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നതാണ്. അത് വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതായ ഒരു കാര്യമാണ്.
എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പടിയോല എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് സാമാന്യമായി മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു സർ. കേരളത്തിലെ ആദിമ സഭകളെ പറ്റി സാറ് നന്നായിട്ട് വിശദീകരിച്ചുവല്ലോ. അതിൻ്റെ തുടർച്ചയെന്നോണം നമുക്ക് ആംഗ്ലിക്കൻ സഭകളെ പറ്റി സാറിൻ്റെ ഒരു അറിവ് അല്ലെങ്കിൽ സാറിൻ്റെ വായിച്ചറിവെന്ന് പറയാൻ പറ്റുമോ? ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞ് ഏതാണ്ടൊക്കെ ഒരു സാമ്രാജ്യം സ്ഥാപിച്ച് തുടങ്ങുന്ന ആ കാലയളവിലാണ് ആംഗ്ലിക്കൻ മിഷണറിമാർ ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ എത്തുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെത്തിയ നോട്ടൺ സാഹിബാണ് ആദ്യമായി കേരളത്തിൽ എത്തുന്നത്. അദ്ദേഹം 1818 ആലപ്പുഴയിൽ ഒരു പള്ളി സ്ഥാപിച്ചു. ആ പള്ളി ക്രൈസ്റ്റ് ചർച്ച് എന്ന ദേവാലയം എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു. അതിനുശേഷം ഈ ആലപ്പുഴയിൽ നിന്നും അവരുടെ പ്രവർത്തന കേന്ദ്രം കോട്ടയത്തേക്ക് മാറ്റി. ആ കോട്ടയത്ത് നിന്ന് പ്രവർത്തനം ആരംഭിച്ച അവർ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആദിമസഭയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്ന് കേരളത്തിലെ ആദിമസഭയെ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ ഉദ്ദേശം 1836 മാവേലിക്കര പടിയോല എന്ന തീരുമാനത്തിലൂടെ ആദിമസഭ നിരാകരിക്കുകയും മിഷണറിമാരുമായിട്ടുള്ള ബന്ധം വേർപെടുത്തുകയും ചെയ്തു. ഇതിന് ശേഷം മിഷണറിമാർ ഇറങ്ങിയത് ഈഴവർ, പുലയർ, പറയർ തുടങ്ങിയ അവർണർ ആയിട്ടുള്ള ജാതിക്കാരെ സഭയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായ വേറൊരു കാര്യം കൂടിയുണ്ട്. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്ന കാലത്ത് പോലും കേരളത്തിൽ ചാതുർവർണ്ണയവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അതിൻ്റെ എല്ലാ ഭീകരതകളോടും കൂടെ നിലനിന്നിരുന്നുവെന്ന് നമ്മൾ ഓർക്കണം. ചില ആൾക്കാർ നമ്പൂതിരിമാരിൽ നിന്നും 64 അടി ദൂരം മാറി നിൽക്കണം. മറ്റു ചിലർക്ക് 32 അടിയാണ്. നായന്മാർ നമ്പൂതിരിമാരിൽ നിന്നും 4 അടി ദൂരം മാറി നിൽക്കണം. ഇത്ര ഭീകരമായ സ്ഥിതി ആയിരുന്നെങ്കിൽ 1836 ശേഷമുള്ള സ്ഥിതി വളരെ രൂക്ഷമായിരിക്കാനേ സാധ്യതയുള്ളൂ. അവർക്ക് അവർണ വിഭാഗക്കാർക്ക് മാറുമറയ്ക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. മുട്ടിന് താഴേക്ക് മുണ്ടെടുക്കാൻ സാധിച്ചിരുന്നില്ല. തികച്ചും അർത്ഥനഗ്നരായിട്ടാണ് സ്ത്രീകൾ പോലും നടന്നിരുന്നത്. ഈ വഴി നടക്കാൻ സാധിച്ചിരുന്നില്ല. ഇതിൽ നിന്നെല്ലാം ഒരു മോചനം അവർ ആഗ്രഹിച്ചു. നായരീഴവ സംഘടനകൾ അന്ന് വളരെ വ്യാപകമായിട്ട് നടന്നിരുന്നു. ഇതിനെപ്പറ്റിയുള്ള ചില ചിത്രങ്ങൾ നമ്മൾക്ക് പഴയ ചരിത്ര രേഖകളിൽ നിന്നും കിട്ടും. അതുപോലെ തന്നെ അയൽക്കാർ എന്ന കേശവദേവിന്റെ തകഴിയുടെ നോവലിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായ ഒരു ചിത്രങ്ങൾ ഈ നായരീഴവ സംഘടനകളിൽ നിന്നും നമുക്ക് ലഭിക്കും. ഇങ്ങനെ നിന്നിരുന്ന സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ടാണ് ഈ ആൾക്കാർ CMS വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. അല്ലാതെ ബുദ്ധിപരമായിട്ടോ വിശ്വാസപരമായിട്ടോ ഉള്ള യാതൊരു കാരണങ്ങൾ കൊണ്ടുമല്ല ഇവർ ഈ CMS വിശ്വാസത്തിലേക്കും ക്രിസ്ത്യാനിറ്റിയിലേക്കും കടന്നു വന്നത് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകത ഇവരുടെ പ്രവർത്തനങ്ങൾ കിഴക്കൻ മേഖലയിലേക്കും വ്യാപിച്ചു എന്നുള്ളതാണ്. ഇടുക്കി ജില്ലയിലേക്കും വ്യാപിച്ചു. എന്നാൽ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നമുക്ക് നിവർത്തിയില്ല. റോബിൻ ജെഫ്രി എന്ന ഒരാൾ എഴുതിയ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് എന്ന പുസ്തകത്തിൽ പ്രത്യേകമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഹെൻറി ബേക്കർ എന്ന മിഷണറി തൻ്റെ പുത്രനായ ഹെൻറി ബേക്കർ ജൂനിയറിനോടും അതുപോലെ തന്നെ റവറൻ ജോസഫ് പീറ്റ് എന്ന് പറയുന്ന മിഷണറിയോടും പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ പുലയ വിഭാഗത്തിൽപ്പെടുന്നവരെ ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്, അവർ പ്രത്യേകമായ ഒരു എൻറ്റിറ്റി ആയിട്ട് മാറും എന്ന് പറഞ്ഞു. അവർ വകവെച്ചില്ല, കൺവേർഷൻസ് തുടർന്നു. പക്ഷെ ഇന്നും ഞാൻ തുറന്നു പറയുകയാണ്, ആ വിവേചനം
ഇന്നും കേരളത്തിലെ സഭയിൽ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അവരോട് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ മറ്റു വിഭാഗക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവർ അവരുടെ വിഭാഗക്കാരുമായിട്ട് മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നുള്ള സ്ഥിതിയുമുണ്ട്. ഇത് മറ്റ് സഭകളിലില്ല എന്നല്ല. ചങ്ങനാശ്ശേരി ആസ്ഥാനമായുള്ള സീറോ മലബാർ സഭയിൽപ്പെട്ട ഒരാൾ തൊട്ടടുത്ത് തന്നെയുള്ള കോട്ടയം വിജയപുരം രൂപതയിൽപ്പെട്ട ഒരാളിന് വിവാഹം കഴിക്കത്തില്ല. കാരണം വിജയപുരം രൂപതക്കാരൻ ലാറ്റിൻ ക്രിസ്ത്യാനിയും സീറോ മലബാറുകാരൻ പരമ്പരാഗത സവർണ ക്രിസ്ത്യാനിയും ആണ് എന്നുള്ളതാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. സംശയമുള്ളവർക്ക് അത്യുന്നത കർദിനാൾ ആണോ ആർച്ച് ബിഷപ്പ് ആയിരുന്നു എന്നെനിക്ക് ഓർമ്മയില്ല, വർക്കി മാർ വിധേയത്തിൽ എഴുതിയ സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് എന്ന പുസ്തകത്തിൽ ഇതിനെ വളരെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ പുസ്തകം റെഫർ ചെയ്യാവുന്നതാണ്. ഇത് ക്രൈസ്തവ സഭകളിൽ ആകപ്പാടെ ഇന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ജാതി വിവേചനം നിലനിൽക്കുന്നു എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ തുറന്നു തന്നെ പറയുകയാണ്, ജാതി വിവേചനം വളരെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അത് ഇന്ന് വർദ്ധിച്ചു വരികയാണ് എന്ന നഗ്ന യാഥാർത്ഥ്യവും നമ്മൾക്ക് മനസ്സിലാകേണ്ടതുണ്ട്. ഉത്തര കേരളത്തിലും ഇതേ പ്രശ്നങ്ങൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, കിഴക്കൻ മലകളിലേക്ക് പ്രവർത്തനങ്ങൾ കൊണ്ടുപോയി ക്രൈസ്തവ സഭയുടെ ആശയങ്ങളിൽ ആകൃഷ്ടരായി മലയോര വിഭാഗത്തിൽപ്പെട്ടവർ ധാരാളമായി ഈ സഭയിലേക്ക് വന്നിട്ടുണ്ട്. ആ ഡയോസിസ് ആണ് ഇന്നത്തെ ഈസ്റ്റ് കേരള ഡയോസിസ് എന്നറിയപ്പെടുന്നത്. നമ്മളിവിടെ മോശം കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ. മിഷണറിമാർ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്നിപ്പോൾ അവിടെ ഒരു കോളേജ് തന്നെ, ഹെൻറി ബേക്കർ കോളേജ് തന്നെ മിഷണറിമാർ CSI സഭ നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഫലമായി അവരിൽ പലരും വളരെ ഉന്നതമായ നിലകളിൽ എത്തിയവരെ എനിക്കറിയാൻ പറ്റും. അത് മിഷണറിമാരുടെ തികച്ചും അവരുടെ ഒരു വിദ്യാഭ്യാസപരമായ സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കണം. പക്ഷെ ഇവിടെ ശോഭ കെടുത്തുന്ന ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. 1925 ഡിസംബറിൽ ഇറങ്ങിയ കോട്ടയം ആസ്ഥാനമായിട്ടുള്ള CSIയുടെ മുഖപത്രമായ ജ്ഞാനനിക്ഷേപത്തിൽ ഒരു വാചകമുണ്ട്. നമ്മൾ ഇവർക്ക് സ്കൂളുകൾ സ്ഥാപിച്ച് വിദ്യാഭ്യാസം കൊടുക്കുന്നത് അവരെ ഏതെങ്കിലും ജോലി നൽകി ഉദ്ധരിക്കാനല്ല, നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ പതാക വാഹകരാക്കി മാറ്റാനാണെന്ന് 1925 ജ്ഞാനനിക്ഷേപത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് ശോഭ കെടുത്തുന്ന ഒരു ലേഖനമായിപ്പോയി, അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലായിപ്പോയി എങ്കിലും ക്രൈസ്തവ മിഷണറിമാരും ക്രിസ്ത്യാനിറ്റിയും കേരളത്തിൽ നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. സീറോ മലബാർ സഭ നടത്തുന്ന ചങ്ങനാശ്ശേരിയിലെ SB കോളേജ്, അതുപോലെ തന്നെ മലങ്കര കത്തോലിക്ക വിഭാഗം നടത്തുന്ന തിരുവനന്തപുരത്തെ മാർ ഇവാനിയസ് കോളേജ് എന്നിവ കേരളത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറിയിട്ടുണ്ട്. ഇനിയും CSI സഭയുടെ മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി എന്തായാലും പോകാം. തിരുവനന്തപുരം ആസ്ഥാനമാക്കി ദക്ഷിണ കേരള ഡയോസിസ് എന്ന പേരിൽ CSI സഭയ്ക്ക് ഒരു ഡയോസിസ് ഉണ്ട്. ഈ ഡയോസിസ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ ക്രൈസ്തവർക്ക് അപമാനമായിട്ട് മാറിയിരിക്കുന്നു എന്ന് തിരുവനന്തപുരം നിവാസിയായ എനിക്ക് യാതൊരു സംശയമില്ലാതെ പറയാൻ പറ്റും. 1800-കളിലെ ഇംഗ്ലണ്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ഒരു മിഷണറി ആയിരുന്നു സാമുവൽ മറ്റീർ. അദ്ദേഹം കേരളത്തിലെ അന്നത്തെ തിരുവിതാംകൂറിലെ സ്ഥിതിയെപ്പറ്റി 2 പുസ്തകങ്ങൾ രചിക്കുക പോലും ഉണ്ടായി. അദ്ദേഹത്തിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു പള്ളിയാണ് തിരുവനന്തപുരത്തിന്റെ ഒരു ലാൻഡ്മാർക്കായ മറ്റീർ മെമ്മോറിയൽ ചർച്ച് അല്ലെങ്കിൽ MM ചർച്ച്. 2 വിഭാഗങ്ങളായിട്ട് മത്സരിക്കുകയും ഒരു വിഭാഗം ഈ MM ചർച്ചിന്റെ ഗേറ്റ് JCB കൊണ്ട് തകർത്ത് ദൂരെ കളയുന്ന സ്ഥിതി വരെയും എത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ എന്നറിയത്തില്ല. വളരെ മോശപ്പെട്ട ഒരു ട്രാക്ക് റെക്കോർഡാണ്
ആ ഡയോസിസിനുള്ളത് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. പ്രത്യേകിച്ചും കാരക്കോണം മെഡിക്കൽ കോളേജും അവർ നടത്തുന്ന സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികമായ സുതാര്യത ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നു. അപ്പോൾ തോമസ് മാത്യു സാറ് ക്രിസ്തീയ സഭകളെ പറ്റി പറഞ്ഞപ്പോൾ ഈ ക്രിസ്തീയ സഭകളിലെ പേരുകളിൽ ചിലര് ലാസ്റ്റ് നെയിം പണിക്കരായിട്ടും വൈദ്യരായിട്ടൊക്കെ ഉള്ളവരെ ക്രിസ്ത്യാനി സമൂഹത്തിൽ കാണാറുണ്ട്. അതിനെപ്പറ്റി സാറിന് എന്തെങ്കിലും റെഫറൻസ് പറയാനുണ്ടോ? പണിക്കർമാർ എന്ന് പറയുന്നത് കുണ്ട്ര പ്രദേശത്താണ് ഉള്ളത്. കുണ്ട്ര, മുളവന, കൊട്ടാരക്കര പ്രദേശങ്ങളിലാണ് പണിക്കർമാർ ഉള്ളത്. ഇവര് പഴയ കാലങ്ങളിലെ പ്രധാനമായിട്ടും ഈ രാജാക്കന്മാരെ ആശ്രയിച്ചിരുന്നത് പ്രാദേശികമായിട്ടുള്ള കളരികളെയാണ്. ഈ കളരികളിലെ ആയുധാഭ്യാസം നടത്തുക, അവരെ പഠിപ്പിക്കുക, എന്നിട്ട് സൈന്യ ആവശ്യം വരുമ്പോൾ പോവുക. ഇതിൻ്റെ കളരിയുടെ പ്രധാനികളെയാണ് പണിക്കർ എന്ന് വിളിച്ചിരുന്നത്. രാജാവ് കൊടുത്ത ഒരു ബഹുമതിയാണത്. അവർ ആട്ടിയ ക്രിസ്ത്യാനികൾ തന്നെയാണ്. അതാണ് പണിക്കരന്മാരെ പറ്റി പറയാനുള്ളത്. ഇനി വൈദ്യന്മാരെ പറ്റി പറയാനുള്ളത്, AD 9-ാം നൂറ്റാണ്ടിലാണ് കടമറ്റം പള്ളിയുടെ പണി നടന്നത്. അത് നിർമ്മിച്ചത് മാർ റാബോ എന്ന് പറയുന്ന ഒരു വൈദ്യശ്രേഷ്ഠനായിരുന്നു. അദ്ദേഹം വിദേശത്തുനിന്നും വന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഈ പള്ളിപണിക്ക് ഒക്കെ ശേഷം വിശ്രമത്തിനായിട്ട് തെരഞ്ഞെടുത്തത് കരുനാഗപ്പള്ളി താലൂക്കിലെ തേവലക്കര എന്ന പ്രദേശത്താണ്. അദ്ദേഹം അവിടെ വന്ന് ജീവിക്കുന്നതിനിടയിൽ തേവലക്കരയിലുള്ള കുറെ കുടുംബക്കാരെ കണ്ണുവൈദ്യം പഠിപ്പിച്ചു. കാലക്രമേണ ഈ കണ്ണുവൈദ്യം പഠിച്ചവർ രാജാവിൻ്റെ കൊട്ടാരം വൈദ്യന്മാരായി തീർന്നു. ആ രാജാവ് കൽപ്പിച്ചു കൊടുത്തതാണ് വൈദ്യർ സ്ഥാനം. താങ്ക് യു സർ.